അല്ല, അത് വേറൊരു കാര്യം പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആ സബ്ജക്റ്റിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ അതിന്റെ ഇടയിൽ ചോദ്യം വന്നപ്പോ അത് എണീറ്റെന്ന് ഉത്തരം പറഞ്ഞ് ഇരുന്നതിന് ശേഷം എന്നോടുള്ള സംസാരം തുടർന്നതാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ വിഷയം തന്നെ അല്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഒരു കാരണവശാലും നമുക്കത് വേണ്ടെന്ന് പറഞ്ഞത് വേറൊരു സബ്ജക്റ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മയെന്നാണ് ഞാൻ പറയുന്നത്. ബാക്കി എനിക്കറിയില്ല. മുറിഞ്ഞ സംസാരമാണ്. അത് ഉടനെ ഞങ്ങൾ ഇവിടുത്തെ വാർത്തയാക്കി നോക്കും. അല്ലാതെ അത് കുട്ടനാട് MLA അല്ലാന്ന് വെച്ച് ഏറ്റവും ചുരുങ്ങിയത് എനിക്കെങ്കിലും അറിയാം. ഇടക്കുണ്ടായ സംഭവങ്ങളൊക്കെ കൂടി ഞങ്ങളെ പെരടിക്ക് വെക്കണ്ട. ഞങ്ങൾക്ക് പുതിയ ഖനനം ആലപ്പുഴ തീരമേഖലകളിലൊന്നും പുതിയ ഖനനത്തിന് പറ്റൂല. ഞങ്ങൾ ഒരു സംശയവും വേണ്ട, പുതിയ ഖനനവും അത് സ്വകാര്യ മേഖലക്ക് കൊടുക്കലും ഈ രണ്ടും ഉണ്ടാവില്ല, ഉറപ്പ്. ഇപ്പോൾ വെച്ചിരിക്കുന്ന MOUവിനെ പറ്റിയൊക്കെ പത്രങ്ങളിൽ മലയാള മനോരമയിലൊക്കെ ലേഖനമായിട്ട് വന്നിരുന്നു. ഞാനത് സൂക്ഷ്മമായിട്ട് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഞങ്ങളത് മുഴുവനൊന്ന് എടുത്തു നോക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം കുറച്ച് കാലമായിട്ട് നടക്കുന്ന ഒരു ചർച്ചയും എഗ്രിമെൻറ്റും ഡീലും MOU ഒക്കെയാണത്. അതിനെ സംബന്ധിച്ച് ഡീൽ ചെയ്യാൻ മറ്റൊരർത്ഥത്തിലൊന്നുമല്ല പറയുന്നത് കേട്ടോ. എന്തുതന്നെയാണെങ്കിലും ശരി, ഞങ്ങളത് വിശദമായിട്ട് പഠിച്ചിട്ടല്ലാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകും. കാവൽ മന്ത്രിസഭയുടെ സമയത്ത് കുറഞ്ഞ ദിവസം കൊണ്ട് അതിന് സ്വകാര്യ കമ്പനിക്ക് അനുമതി കൊടുക്കാനുള്ള നീക്കം പിണറായി സർക്കാർ നടത്തിയെന്ന് പറയുന്നുണ്ട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഇത് സംബന്ധിച്ച് നടന്നതൊക്കെ ഞങ്ങൾ എടുത്തു നോക്കും. ഇതിനിടയ്ക്ക് ഞങ്ങളെ മുമ്പിൽ ഒരു MOU സൈൻ ചെയ്യുന്ന വിഷയം വന്നു. MOU സൈൻ ചെയ്യാൻ ഞങ്ങൾ കൂട്ടാക്കിയിട്ടില്ല. പുതിയ ഗവൺമെന്റിനെ പഠിക്കാൻ സമയം കൊണ്ട് എല്ലാം പഠിച്ചതിന് ശേഷമേ പറയുള്ളൂ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അതല്ലേ എല്ലാവരുടെയും ആശങ്ക. അത് ഇവിടെ ദൂരീകരിച്ചു തരാം. സ്വകാര്യവൽക്കരണം ഉണ്ടാവില്ല, പുതിയ ഖനനം ഉണ്ടാവില്ല. ഈ വീര്യകുടിച്ച മദ്യം വിൽക്കാൻ പാടില്ല എന്ന് തന്നെയല്ലേ ലീഗിന്റെ നയം? ഒരു ചോദ്യം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കണ്ട. UDFന്റെ നയം ഞങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. ലീഗ് എന്നും ഇത് തന്നെയുള്ളു. അതിമേലൊരു ട്വിസ്റ്റിന് വേണ്ടി ഇല്ല. നല്ല സ്ട്രൈറ്റ് അല്ല, അതൊക്കെ നല്ല സ്ട്രൈറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ മറുപടിയിലുണ്ട്. പുതിയ ഗവൺമെന്റ് ഒരിക്കലും തന്നെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ അത്തരം ഞങ്ങൾ വിമർശിക്കപ്പെട്ട പാളിച്ചകളൊന്നും നടപ്പിലാക്കില്ല. ഞങ്ങളെല്ലാം നോക്കിയിട്ട് തന്നെ ചെയ്യുള്ളൂ. മദ്യം സംബന്ധിച്ച് ഞങ്ങളെ നയം വളരെ ക്ലാരിറ്റി ഉള്ളതാണ്. അത് ഞങ്ങൾ ചർച്ച ചെയ്ത് UDF ചർച്ച ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ പറയാം. UDFൽ ലീഗും ഉണ്ട്. ലീഗ് ആ കാര്യം നല്ലപോലെ നോക്കും. ഞങ്ങളൊക്കെ പാർട്ടിയുടെ നയം നല്ലപോലെ നോക്കുന്ന കൂട്ടത്തിലാണ്. ഈ സഭയിൽ ഈ കുട്ടനാട് MLA ചോദിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രി പറഞ്ഞൊരു മറുപടി അവധിയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന് താങ്കളോടാണ് പറഞ്ഞത്. അല്ല, അത് വേറൊരു കാര്യം പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആ സബ്ജക്റ്റിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ അതിന്റെ ഇടയിൽ ചോദ്യം വന്നപ്പോ അത് എണീറ്റെന്ന് ഉത്തരം പറഞ്ഞ് ഇരുന്നതിന് ശേഷം എന്നോടുള്ള സംസാരം തുടർന്നതാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ വിഷയം തന്നെ അല്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഒരു കാരണവശാലും നമുക്കത് വേണ്ടെന്ന് പറഞ്ഞത് വേറൊരു സബ്ജക്റ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മയെന്നാണ് ഞാൻ പറയുന്നത്. ബാക്കി എനിക്കറിയില്ല. മുറിഞ്ഞ സംസാരമാണ്. അത് ഉടനെ ഞങ്ങൾ ഇവിടുത്തെ വാർത്തയാക്കി നോക്കും. അല്ലാതെ അത് കുട്ടനാട് MLA അല്ലാന്ന് വെച്ച് ഏറ്റവും ചുരുങ്ങിയത് എനിക്കെങ്കിലും അറിയാം. വേറെ ലോകത്തിനെ പറ്റിക്കാൻ എന്നെ പറ്റിക്കാൻ പറ്റൂല.